വിമാനങ്ങളിലെ 60% സീറ്റ് സെലക്ഷൻ അധിക തുക ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ എതിർത്ത് വിമാന കമ്പനികൾ നഷ്ടമാകുന്ന വരുമാനം തിരികെ പിടിക്കാൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് കമ്പനികൾ പറയുന്നത്. ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് വിമാന കമ്പനികളാണ് എതിർപ്പറിയിച്ചത്. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. PR അരവിന്ദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, ഇപ്പോഴത്തെ ഒരു സമയം അറിയാമല്ലോ, ഈ സംഘർഷത്തിന് ശേഷം ഇങ്ങോട്ട് ഈ വിമാന നിരക്കിലുണ്ടാകുന്ന വർധന, ഒപ്പം അതുപോലെ തന്നെ ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട ആശങ്ക, അതിനിടയിൽ കൂടിയാണ് ഈ വിമാന കമ്പനികളുടെ ഒരു സമ്മർദ്ദം വരുന്നത്. ഇതിനോട് എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ പ്രതികരിക്കുക? ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് വിമാനയാത്രക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ ഒരു ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വിമാന ടിക്കറ്റിൽ അത് സീറ്റ് സെലക്ഷൻ അധിക തുക നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൗജന്യമായി കേവലം എണ്ണാവുന്ന സീറ്റുകൾ മാത്രമായിരുന്നു ലഭ്യമായത്. പക്ഷേ 60% സീറ്റുകൾ സൗജന്യമായി നൽകണം എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും എതിർക്കുന്നതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ രീതിയിലുള്ള നഷ്ടം ഞങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചാർജ് അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ അത് ഉയർത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് വിമാന കമ്പനികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇൻഡിഗോ, അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ തുടങ്ങിയ കമ്പനികൾ ഇപ്പോൾ ഈ തീരുമാനത്തെ എതിർത്തിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് വ്യോമയാന മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകണം, ഈ തീരുമാനം പിൻവലിക്കണം എന്നതാണ് വ്യോമയാന മന്ത്രാലയത്തിന് അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലടക്കം വലിയ രീതിയിലുള്ള നഷ്ടം വിമാന കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് വിമാന കമ്പനികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, പല ടിക്കറ്റ് നിരക്കുകളാണ്. വിൻഡോ സീറ്റ് ആയാലും മറ്റ് സീറ്റുകളായാലും അത് തിരഞ്ഞെടുക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള തുക നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് 60% സീറ്റുകളായിരുന്നു കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയത്. ഇതുകൂടാതെ തന്നെ നിരവധി തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തീരുമാനത്തോട് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.